അമ്മയുടെ പൊന്നിക്ക് ഇങ്ങനെ മോള് ഇവിടെ ഇരിക്കേ. അമ്മക്ക് ഇങ്ങനെ അടുക്കള പണിയെടുക്കുമ്പോ വിശേഷം പറയാൻ മോള് മാത്രല്ലേ ഉള്ളൂ. അയ്യോ, പിന്നെ മോടെ അച്ഛനിന്ന് പാട്ടുള്ള ദിവസാ. പാടുന്ന ദിവസം അച്ഛൻ എരിവ് പാടില്ല, പുളി പാടില്ല, ചൂട് പാടില്ല. പക്ഷെ ഇന്നമ്മ അച്ഛനിത്തിരി എരിവ് കൊടുക്കുന്നുണ്ട്. എന്തിനാന്നറിയോ? അച്ഛന്റെ കയ്യിൽ നിന്ന് അമ്മയ്ക്കൊരു തല്ല് കിട്ടാൻ, കയ്യെന്ന് കിട്ടണം. അയ്യോ, എന്റെ മോള് പേടിക്കണ്ട, അമ്മയ്ക്കൊരു തല്ല് വേണം. അത് കിട്ടിയാലേ അമ്മ ആഗ്രഹിക്കുന്ന സമ്മാനം അച്ഛന് കൊടുക്കാൻ പറ്റൂ. നിന്റെ അച്ഛൻ എന്തിനാടി ഇങ്ങനൊരു ഭാര്യ? അങ്ങോട്ട് കൊടുക്കുന്ന സ്നേഹത്തിൽ എത്ര മായം ചേർത്താലും അതിന്റെ 100 ഇരട്ടി ഇങ്ങോട്ട് തരുന്ന മനുഷ്യന് അമ്മയേക്കാൾ നല്ലൊരു കൂട്ട് വേണം. വേണ്ടേ? ആ, നിനക്ക് ബുദ്ധിയുണ്ട്, നിന്റെ അച്ഛൻ ആ ബുദ്ധിയില്ല. നല്ല പൂ പോലത്തെ ഇഡ്ഡലിയില് 5 തെങ്ങ് കായലിന്റെ അത്രയും സാമ്പാർ ഒഴിച്ചാ നിന്റെ അച്ഛൻ കഴിക്കുക. സാമ്പാറിൽ ഇഡ്ഡലി ഇങ്ങനെ പൊങ്ങിക്കിടക്കണം. ആ സാമ്പാറില് അമ്മ ഇന്ന് കൊറേ പുളിയിടും, കൊറേ മുളകിടും. ആഹാ, നല്ല പൂ പോലത്തെ ഇഡ്ഡലി. മക്കള് കഴിച്ചോ? കഴിച്ചു. ഞാൻ ഇഡലിയും പഞ്ചസാരയും കഴിച്ചു. ഞാൻ ഇഡ്ഡലി ചമ്മന്തിപ്പൊടിയും മുക്കി കഴിച്ചു. ഓ, സാമ്പാർ. ആഹാ, എന്താ സാമ്പാർ! ഉണ്ടാക്കുകയാണെങ്കിൽ സാമ്പാർ ഇങ്ങനെ ഉണ്ടാക്കണം. മക്കൾക്ക് സാമ്പാർ വേണ്ടായിരുന്നോ? അത് മാഷിന് പ്രത്യേകം ഉണ്ടാക്കിയതാ. ഓ, അത് ഞാൻ മറന്നു. അച്ഛൻ എന്ത് പാട്ടാ പാടാൻ പോന്നെ? ഒരു അടിപൊളി പാട്ട്. അത് പാടുമ്പോ സ്റ്റുഡിയോ പൊളിയോ? ചിലപ്പോ പൊളിഞ്ഞുന്നിരിക്കും. ഇതെങ്ങനെ? സാറിനുണ്ടാക്കുന്ന സ്പെഷ്യല് ചിലപ്പോഴൊക്കെ ഞാൻ ലൂക്കോസേട്ടന് കട്ട് കൊടുക്കാറുണ്ട്. അയ്യോ, എന്തോ അയ്യോ, ഞാൻ എരിവ് നോക്കിയില്ലായിരുന്നു. ഇന്നെനിക്ക് പാട്ടുണ്ട്. ഈ കത്തുന്ന നാവും വെച്ചോണ്ട് ഞാൻ അവിടെ പോയി പാടണോ അതോ കരയണോ? അങ്ങോട്ട് വിളിച്ച ദേഷ്യം വരും. ദേഷ്യം വന്നാ പാട്ട് മോശവും. ഇതാരാ പാനിനകത്തോണ്ട് വെച്ചത്? ഹലോ 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 ഹലോ, ആരാ ഫോണിനകത്ത്? നാവ് കത്തിപ്പോയി. ഇറച്ചോട്ടുകാരൻ മമ്മൂഞ്ഞ? മമ്മൂഞ്ഞല്ല, എന്റെ വാപ്പ. അബൂട്ടി, ഇന്ന് പാടാൻ വയ്യ. എന്റെ വാപ്പയ്ക്ക് പാടാൻ വയ്യെന്ന മയ്യത്തായണവരെ ബാപ്പ പാടിയിട്ടില്ല. പിന്നെയാണ് ഇപ്പൊ. അബൂട്ടിയങ്കിൾ, അച്ഛൻ ഇഡലി സാമ്പാറും കഴിച്ചതോടെ അച്ഛന്റെ ശബ്ദം പോയി. ഇന്ന് പാടാൻ പറ്റില്ലാന്ന്. ഇഡ്ഡലി സാമ്പാറും കഴിച്ചപ്പോ ശബ്ദം പോയോ? ലോകത്തിൽ ഇന്ന് വരെ ഒരാൾക്കും ഇഡ്ഡലി സാമ്പാറും കഴിച്ച് ശബ്ദം പോയിട്ടില്ല. ഇഡ്ഡലി കുട്ടവ ഒന്നോടെ വിഴുങ്ങി കാണും. ഇങ്ങിതാ അബൂട്ടിയങ്കിൾ, പാട്ടെടുത്ത് ഇങ്ങോട്ട് വാ, എന്നിട്ട് നാളെ പാടാമെന്ന് പ്രൊഡ്യൂസറോട് പറ. നാളെ പാടാന്ന് പറഞ്ഞ അങ്ങേര് ചൂടാവും. ആര് ചൂടാവുന്നു? എന്നാ പിന്നെ മറ്റന്നാ പാടാന്ന് പറയേ. എനിക്ക് പിന്നെ താ പാടോ. എന്റെ തെറ്റാ, ഞാൻ കാരണമല്ലേ പാടാൻ പറ്റാത്ത. എന്നെ നന്നായിട്ട് തല്ലിക്കോ മാഷേ, എനിക്കൊന്ന് സന്തോഷാവട്ടെ പ്ലീസ്. നാളെ ഉച്ചയ്ക്ക് ശേഷം നോക്കി. സാർ വന്നില്ലേ? ഇന്ന് പാടുന്നില്ല. ട്യൂൺ എടുത്ത് എന്നോട് വീട്ടിലെത്തിക്കാൻ പറഞ്ഞു. നാളെ പാടി നീറ്റായിക്കളയാം. ഒലക്ക, ഇന്ന് പാടി തീർത്ത എനിക്ക് അതിന് പ്രയോജനമുണ്ട്. സമയത്ത് പാട്ടിറക്കിയാലേ ഹിറ്റാവൂ. പാട്ട് എനിക്ക് ജീവനാ. സാറ് നാളെ പാടും. നാളെ തന്നെ മിക്സ് ചെയ്ത് മറ്റന്നാൾ മാർക്കറ്റിൽ ഇറക്കിയ പിറ്റേന്ന് തന്നെ വ്യാജനം ഇറങ്ങിക്കോളും. അതോടെ എല്ലാവരും ഹാപ്പി. ലോക സമസ്ത സുഖിനോ ഭവന്തു.
തുള്ളി നടക്കുമ്പം വെള്ളിച്ചീലം വിളക്കണ കാറ്റ്, വെള്ളിച്ചീലം വിളക്കുന്ന കാറ്റ്. തുള്ളി തുള്ളി നടക്കുമ്പം വെള്ളിച്ചീലം വിളക്കണ കാറ്റ്, തരരാര ഇളം കാറ്റ്. ഒരടി കിട്ടാൻ എന്തെങ്കിലും ഒന്ന് ഒപ്പിക്കണമല്ലോ മോളെ. അമ്മ ചേച്ചിമാരെ പോയി ഒന്ന് ചീത്ത വിളിക്കട്ടെ. മോള് പേടിക്കൂ. എന്തോന്നാ അവിടെ ഒരച്ചോണ്ട് കളിക്കുന്നത്? വേറെ പണിയൊന്നുമില്ലേ നിങ്ങൾക്ക്? പഠിക്കാനൊന്നുമില്ലേ? ഇത് ക്ലാസ്സിൽ കാണിക്കാനുള്ളതാ. ഞാൻ പാർവതിക്ക് വരച്ചു കൊടുക്കാം. പാർവതിക്ക് നീ വരച്ചു കൊടുക്കണോ? അവൾക്ക് വരയ്ക്കാൻ അറിയില്ലേ? എന്താ ഇവിടെ ബഹളം? അമ്മയ്ക്ക് വെറ്റില തിന്നാൻ മാത്രമല്ല നല്ല തല്ലു തരാനും അറിയാം. കഴിഞ്ഞ കണക്ക് പരീക്ഷ നിനക്ക് എത്രയടി മാർക്ക് കിട്ടിയത്? 100. എത്ര? 100. അതെന്താടി 100 പോയത്? 100-നപ്പുറം മാർക്കില്ല. ഓഹോ, നീ 100 മേലെ മാർക്ക് വാങ്ങില്ലേടി? എന്തോ നടി നിനക്ക്? കണക്കിന് 100 മാർക്ക് എന്ന് പറയുന്നത് നീ വെറ്റിലപ്പുറത്ത് വാരി തേക്കുന്ന 100 അല്ല. അതവള് പഠിച്ചെഴുതി വാങ്ങിച്ച മാർക്കാ. ആ, എനിക്ക് എന്റെ മക്കളെ ഒന്ന് ചീത്ത പറയാനും പാടില്ലേ? പാടില്ല. മക്കളെ ഞാൻ വന്നേ. ഹോരെ. ആവശ്യമില്ലാതെ അങ്ങനെ ആരെ ചീത്ത വിളിച്ച് ഉരുക്കരുത്. ഉരുക്കാൻ ഇവരൊന്നും നിന്റെ മുത്തശ്ശിയുടെ തറവാട്ടിൽ നിന്ന് കട്ടോണ്ടുവന്ന സ്വർണ്ണക്കട്ടികളൊന്നുമല്ല. കഷ്ടപ്പെട്ട് ഞാൻ ഉണ്ടാക്കിയ പിള്ളേരാ. ഓ, അവരെ കൊണ്ടുവരാൻ ഞാനൊന്നും കഷ്ടപ്പെട്ടിട്ടില്ല. മക്കളെ, നിങ്ങൾ റൂമിലേക്ക് ചെന്ന് വരയ്ക്കോ പഠിക്കോ തലകുത്തി മറിയോ എന്ത് പണി ചെയ്തു. അയ്യയ്യ. ആരും അമ്മയുടെ അടുത്തേക്ക് വരണ്ട. അതെ, തൊണ്ട ഇപ്പോഴാ ഒന്ന് ശരിയായത്. ദൈവത്തെ ഓർത്ത് ഞാൻ സ്വൈര്യമായിട്ടൊന്ന് പാടിക്കോട്ടെ. ഞാൻ കാരണം തൊണ്ട പൊട്ടിയെങ്കിൽ എന്നെ ഒന്ന് തല്ലിക്കോ. ഓ അതെ, ഞാൻ തല്ലാൻ പഠിച്ചിട്ടില്ല, പാടാനേ പഠിച്ചിട്ടുള്ളൂ. ഓ, ഭാര്യയെ തല്ലാൻ നല്ലൊരു ഭർത്താവായ മാത്രം പോരാ, ചങ്കൂറ്റം വേണം. ഓടി അവിടുന്ന്. ആ തല്ലും കിട്ടിയില്ല. നമ്മുടെ ആദ്യ രാത്രി ഓർമ്മയുണ്ടോ? എനിക്ക് ഇന്നത്തെ രാത്രി എന്നെ ഓർമ്മയില്ല, പിന്നെയാണ് ആ കാളരാത്രി. അതെന്താ ഓർമ്മയില്ലാത്തത്? ആ അന്നല്ലേ ഞാനൊരു പാട്ട് പാടി തരുമെന്ന് ചോദിച്ചപ്പോ മാഷനോട് വേഗം കിടന്നുറങ്ങിക്കൊള്ളാൻ പറഞ്ഞത്. ആദ്യ രാത്രിയിൽ ഏതെങ്കിലും ഒരു ഭർത്താവ് ഭാര്യയോട് വേഗം കിടന്നുറങ്ങുന്നു പറയുവോ? ഏതെങ്കിലും ഒരു ഭാര്യ ആദ്യ രാത്രിയിൽ ഈ ഹൈവേയിലൂടെ പോകുന്ന വക്കോൽ ലോറി പോലെ വാ നിറച്ചിങ്ങനെ മുറുക്കാൻ കുത്തിത്തിരിക്കും ഞെഞ്ഞെന്ന് ചവച്ചോണ്ട് റൂമിനകത്ത് കയറി വരുമോ? അങ്ങനെ വന്ന ഏത് ഡ്രൈവർ ഒന്ന് പേടിക്കും. സാറി, ഇനി ശാരി എന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. അന്നത്തെ സൂര്യനും അസ്തമിച്ച് 4 കുട്ടികളും ജനിച്ച് നമ്മളിപ്പോ ഏതാണ്ട് ഈ കോലത്തിലും ആയില്ലേ. ഇനി നീ ധൈര്യമായിട്ട് കിടന്നുറങ്ങിക്കോ. എന്നാ അന്ന് ചോദിച്ച ആ പാട്ട് ഇപ്പൊ ഒന്ന് പാടിത്തരുവോ? നിന്നെ ഊളംപാറയ്ക്ക് കൊണ്ടുപോകേണ്ട സമയം കഴിഞ്ഞു എന്നാ തോന്നണേ. ഊളം പറയോ? അതേത് പറ? നിന്റെ അപ്പൂപ്പന്റെ പാറ. കിടന്നുറങ്ങടി, കാലത്ത് എനിക്ക് റെക്കോർഡിംഗ് ഉള്ളതാ. കുസുമവദന മോഹസുന്ദര. എന്തോന്ന്? കുസുമവദന മോഹസുന്ദര. വെരി ഗുഡ്, വെരി ഗുഡ്. എന്തോന്നടി? എനിക്കത് സാധിച്ചു. വിഷ് യു ഹാപ്പി അൺമാരീഡ് ലൈഫ്. എന്തോന്ന്? കലക്ക് മാഷെ, അങ്ങനെ കലക്ക്, അടിച്ച് പൊളിക്ക്. ആംബുലൻസ്. ഭഗവാനെ, എന്റെ മാഷിന് എന്നെ തല്ലാനുള്ള ശക്തി നൽകണേ. ഒരെണ്ണം മതി, ചൂടോടെ ഒരെണ്ണം. അത് കിട്ടിയ ബാക്കി കാര്യം ഞാൻ ഏറ്റു. അല്ല, വഴിപാടിന് ഷീട്ടാക്കാൻ നോക്കിയപ്പോ ഞാൻ വിചാരിച്ച വഴിപാടൊന്നും അവിടെ ബോർഡിൽ എഴുതി കണ്ടില്ല. എന്ത് വഴിപാടാണാവോ? ഭർത്താവിൽ നിന്ന് 2 തല്ല് കിട്ടാൻ സഹായിക്കുന്ന വഴിപാട് വല്ലതും ഉണ്ടോ? ഭർത്താവിൽ നിന്നും തല്ല് കിട്ടാനോ? അതെ, 1 കിട്ടിയാലേ ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യം നടക്കൂ. ഈ സ്വയംവര പുഷ്പാഞ്ജലി പോലെ വല്ല കരണത്തരി പുഷ്പാഞ്ജലി ഉണ്ടോ? ഇവിടെ ശിവനാ പ്രതിഷ്ഠ. ഏറ്റവും ചൂടനാ ശിവൻ. ഈ ശിവൻ പോലും പാർവതിയെ തല്ലിയതായി ഞാൻ കേട്ടിട്ടില്ല. എന്താ ഇപ്പൊ ഒന്ന് തല്ലിക്കിട്ടാൻ ഇത്ര മോഹം? അത് ഞാൻ ശിവനോട് നേരിട്ട് പറഞ്ഞോളാം. എങ്ങനെയായിരുന്നു വിവാഹം? അത് ഞാൻ കിസടിച്ച് വീഴ്ത്തിയാണ്. എങ്കിൽ വെടി വഴിപാടാണ് ഉത്തമം. നേരത്തെ 101 അങ്ങോട്ട് പൊട്ടിക്കുക. ഇത്തിരി വലുതായിക്കോട്ടെ. ഭക്തി കൊണ്ട് ശിവന്റെ ചെന്നി വഴുകണം. അപ്പോ തിരിച്ചും പൊട്ടിക്കും, ഉറപ്പായിട്ടും പൊട്ടിക്കും. സമസ്താപരാധം ക്ഷമസ്യ. നല്ലൊരടി കിട്ടട്ടെ. പൊന്നായിരിക്കട്ടെ സ്വാമി. 4 5 6. നമസ്കാരം ചേച്ചി. അതിനെന്താ നമസ്കരിച്ചോ? 9. മാധവ സാറിന്റെ ഭാര്യ? അതെ, ഭാര്യ. ആ നല്ല മനുഷ്യന്റെ ഇപ്പോഴത്തെ ഭാര്യ. എന്തേ? പരിഭ്രമിക്കാതെ പറഞ്ഞോളൂ. വല്ല പുതിയ ടൈപ്പ് വഴിപാടിന്റെ കാര്യമാണോ? അല്ല, സാറിന്റെ കാര്യമാ. ചേച്ചിയുടെ കുടുംബം അടുത്ത് തന്നെ കലങ്ങും. സാറാ മോഡൽ കേൾ ഇന്ദുലേഖയുമായി ഇപ്പൊ വലിയ അടുപ്പത്തിലാ. അവര് തമ്മില് ചില രഹസ്യ ബന്ധങ്ങളുണ്ട്. ഉറപ്പായിട്ടും രഹസ്യബന്ധം ഉണ്ടോ? ഉണ്ട് ചേച്ചി, ഉറപ്പായിട്ടും ഉണ്ട്. ആശ്വാസം. ആ രഹസ്യം എങ്ങനെയെങ്കിലും പരസ്യമായി കിട്ടാനാ ഞാൻ ഈ കിടന്ന് പാടുവിടുന്നത്. കേട്ടോ, വെടിവഴിപാടാ. 101 എണ്ണം. ധും ധും ധും. മുഴുവനും പൊട്ടി കഴിയുമ്പോഴേക്കും ഉഗ്രനൊരെണ്ണം എനിക്കിട്ട് പൊട്ടും. അതോടെ ആ ബന്ധം പരസ്യമാവും. മോൻ പോ. കുടുംബം കലക്കാൻ ഇറങ്ങിയിരിക്കുക.
ഇവിടെ എന്റെ കുടുംബം ഞാൻ വിചാരിച്ചിട്ട് കലങ്ങുന്നില്ല. ശംഭോ. ഇതെന്തോന്ന് പണ്ടാറം? നിനക്ക് എന്താ പറ്റിയത്? വഴിക്ക് പോയി. മാഷ് വരുന്ന ഞാൻ കണ്ടില്ല. കാണില്ല. അതിനിപ്പോ നിന്റെ കണ്ണ് നിന്റെ മുഖത്തല്ലല്ലോ. മുഖം ഇപ്പൊ പഞ്ചറായനെ. 4 തവണ മാറ്റി വെച്ച പാട്ടാ. ഇന്നെങ്കിലും അത് പാടിക്കൊടുത്തില്ലെങ്കിലേ ആ പ്രൊഡ്യൂസറോട് ഞാൻ കാണിക്കുന്ന ഏറ്റവും വലിയ ചതിയാവില്ലത്. വേഷം മാറി സ്റ്റുഡിയോയിലേക്ക് പോകാൻ വേണ്ടി വന്നതാ. അപ്പോൾ അവളുടെ ഒരു സാഷ്ടാംഗ നമസ്കാരം. വഴിക്ക് വീഴാൻ മാത്രം അവിടെ എന്ത് പണ്ടാറുണ്ടായിരുന്നത്? അവിടെ ഒന്നുമില്ല. എനിക്ക് വഴുക്കണമെന്ന് തോന്നി വഴുക്കി. എന്തോന്ന് തോന്നി? എനിക്ക് വഴുക്കണമെന്ന് തോന്നി വഴുക്കി. എനിക്കൊന്ന് വഴുക്കണ്ടേ? മനുഷ്യനെപ്പോഴും വടി പോലെ നടക്കാൻ പറ്റുമോ? കുറച്ച് ദിവസമായിട്ട് എന്തടി കോപ്പേ നിനക്ക്? നീ ചവയ്ക്കുന്നത് വെറ്റിലയല്ലേ? അണ്ണന്മാരെന്താ നിനക്ക് കഞ്ചാവാണോ കൊണ്ടുതരുന്നത്? കോപ്പയ്ക്കൊരു കുഴപ്പമില്ല. കുഴപ്പമുണ്ടെന്ന് തോന്നെങ്കിൽ എന്റെ കരണത്തിരണ്ട് പൊട്ടിച്ച് കഴുത്തി പിടിച്ച് വെളിയിൽ തള്ളിക്കൂടെ? ദാ പോണ. എന്തൊരു കഷ്ടമായത്. ഈ മാഷിന് എന്നെ ഒന്ന് തല്ലിയാലെന്താ? ഓരോ ഭർത്താക്കന്മാര് ഭാര്യമാരെ വെറുതെ എടുത്തിട്ട് പൊരിക്കുന്നു. 101 വെടി പൊട്ടിച്ചിട്ട് ഒരു വെടി പോലും ഒരു ദൈവത്തിനും കൊണ്ടില്ലേ? ഗുരുവായൂരപ്പാ, എത്രയും വേഗം അമ്മച്ചിക്ക് അച്ഛൻ്റെ കയ്യിൽ നിന്നൊന്ന് കിട്ടണേ. എന്തത്? അയ്യോ, ഇങ്ങോട്ട് വരല്ലേ മക്കളെ. കാലി കുത്തി കയറും. അമ്മച്ചേന്റെ കൈ വിട്ടു പോയതാ. മക്കളെ പോയി കളിച്ചോ. അമ്മച്ചി, ഇത് കൈവിട്ട കളിയാ. നീ പോടാ. വാ, നമുക്ക് പോവാം. വരുന്നിടത്ത് വെച്ച് കാണാം. അതെ, പിടി വിട്ടുപോയി. എന്റെ പിടുത്തവും ചിലപ്പോ വിട്ടുപോകും. പഴയ ഡിന്നർ സെറ്റാ. ഇനി പുതിയതും ഞാൻ എടുക്കുന്നുണ്ട്. അതും കയ്യിൽ നിന്നും വീഴുമോ എന്തോ. നീ എന്റെ ഷർട്ടൊന്നും ഇസ്തിരിയിട്ട് വെച്ചിട്ടില്ലേ? അപ്പൊ കണ്ടില്ലേ? അതാ 2500 രൂപയുടെ ഷർട്ട് ഞാൻ നല്ലതുപോലെ തേച്ച് മിനുക്കി അലമാരയിൽ വെച്ചിട്ടുണ്ടല്ലോ. ഇതാ പറഞ്ഞേ, മാഷിപ്പ ഈ ലോകത്തൊന്നും അല്ല. ഇതാ ഷർട്ട്. എന്നെ കൊണ്ട് കഴിയുന്നത് പോലൊക്കെ ഞാൻ ഇസ്തിരി ഇട്ടിട്ടുണ്ട്. ഒന്ന് വഴി തന്നെ. ഇതെന്താ? 2500 രൂപയുടെ ഷർട്ട്. ഇത്രയും ഷർട്ട് എന്ത് ചെയ്യും? നീ വെറ്റിലേക്ക് പകരം കടിച്ചു പറിച്ച് തിന്നോ? ഞാനെന്ത് ചെയ്യും? ഇസ്തിരിപ്പെട്ടി ചൂടായ ചിലപ്പോ കരിഞ്ഞു പോകും. എങ്കിൽ ഞാനും ഒരു ഇസ്തിരിപ്പെട്ടി അടി. ഒന്ന് കരിച്ചില്ലെങ്കിലേ എനിക്ക് ബോധക്ഷയം വരും. താങ്ക്സ്. തല്ലി കൊല്ലല്ലേ. അയ്യോ, 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 അയ്യോ. ഇത് കുറച്ച് നേരത്തെ വീഴേണ്ടതായിരുന്നു. ആരുടെ പിണ്ടം വെക്കണ വായും പൊളിച്ചിരിക്കുന്നത്? എടുക്കണ വണ്ടി സ്റ്റുഡിയോയിലേക്ക്. അച്ഛനമ്മച്ചെ തല്ലി ചതച്ച മക്കളെ, നിങ്ങൾ വേഗം ചേച്ചിയമ്മയെ വിളിച്ച് അച്ഛനമ്മയെ തല്ലി കൊന്നെന്ന് പറ. അങ്ങനെ പറയണോ? തല്ലിന്ന് പറഞ്ഞ പോരെ? എന്നാ അങ്ങനെ.